أعوذ بالله من الشيطان الرجيم والذين هم لأماناتهم وأهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെയും സമയത്തെയും സമ്പത്തിനെയും എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിലായി ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരായി മാറാനും നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഓരോ മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയിലും അയാൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടിലും ഒരു സന്തുലനാവസ്ഥ നിലനിന്നു പോകാൻ ഇസ്ലാം ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറെ പ്രധാനമാണ് അവന്റെ ചുമതലകളിലും ഉത്തരവാദിത്വങ്ങളിലും വീഴ്ച വരുത്താതെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുക എന്നത്. കപടവിശ്വാസികളുടെ ലക്ഷണമായി പലപ്പോഴായി പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും. സലാസുൻ എന്നും അർബഉൻ എന്നും ഒക്കെ വിശദീകരിച്ച 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ കപടവിശ്വാസത്തിന്റെ അടയാളമാണെന്നൊക്കെ പറയും. വിശ്വസിച്ചാൽ അവർ ചതിക്കും, സംസാരിക്കുമ്പോൾ കളവ് പറയും. അതേപോലെ തന്നെ കരാറുകൾ എന്തെങ്കിലും അവരോട് ചെയ്താൽ ആ കരാറുകൾക്കൊരു വിലയും നൽകാതെ അവർ ലംഘിച്ചു കളയും. അവരോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ പഴയകാല ആ നന്മകളെല്ലാം മറന്ന് അവർ പരസ്പരം തെറി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇതൊക്കെ ഒരു കാപട്യത്തിന്റെ കപടവിശ്വാസത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രത്യേകത മുഅ്മിനീങ്ങളായി മാറുക എന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് മുനാഫിഖിനെ പോലെ ആകാൻ കഴിയില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ട് കടക്കാൻ യോഗ്യരായവരാണ്. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത് അവർ ഫിർദൗസിൽ താമസിക്കാനുള്ളവരാണ്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്. അവർ ഫിർദൗസിന്റെ അഹ്ലുകാരാണ്. സ്വർഗത്തിന്റെ 100 തട്ടുകളിലെ ഏറ്റവും ടോപ്പ് തട്ടിനെയാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ആയത്തുകളെ കുറിച്ച് കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ ഗുണങ്ങൾ വിശദീകരിക്കുന്ന ആ കൂട്ടത്തിൽ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അവര് അള്ളാഹുവിനോടുള്ള അമാനത്ത് അല്ലെങ്കിൽ മൊത്തം അവരുടെ അമാനത്തുകൾ പാലിക്കുന്നവരാണ്, കരാറുകൾ പാലിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദിൽ അമാന ഇലാ മനി ഇത്തമനക. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് അമാനത്ത് തിരിച്ചേൽപ്പിക്കുക. നിന്നെ വിശ്വസ്തനായി കണ്ട് ഏൽപ്പിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുക. വലാ തഖുൻ മൻ ഖാനക. നിന്നെ വഞ്ചിച്ചവനെ, നിന്നെ ചതിച്ചവനെ. വലാ തഖുൻ മൻ ഖാനക. നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത്. എല്ലാത്തൊരു വാക്കാണ് അല്ലെ. ഇന്ന് കച്ചവട രംഗത്ത്, സാമ്പത്തിക രംഗത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ ഉണ്ടാവും. എത്രയോ മനുഷ്യരുണ്ടാവും. ഈ അടുത്ത് ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എറണാകുളത്ത് താമസിക്കുന്ന ഫാമിലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ്, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്, കുടുംബ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവിന് ഗോൾഡ് കൊടുത്തു, ഒരു സഹായം നൽകി. അദ്ദേഹം കുറച്ച് പ്രയാസത്തിലാണ് എന്നറിഞ്ഞപ്പോ ഭാര്യന്റെ ഗോൾഡ് എടുത്തിട്ട് ഇപ്പൊ അത് ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ തന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയാം. എനിക്കങ്ങനെ നിങ്ങൾ തന്നിട്ടില്ല എന്ന് അദ്ദേഹം തിരിച്ചു പറയാം. ആ തെളിവിന് വേണ്ടി അദ്ദേഹം ഒരാളെ കൊണ്ടുവന്നത് ഇയാള് സാക്ഷിയാണ് എന്ന് പറഞ്ഞു.
പക്ഷെ അയാൾ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, എനിക്ക് പലരിൽ നിന്നായും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഇല്ലാന്ന് പറയാ, കൊടുത്ത പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയാ, വിശ്വസിച്ച് കൂടിയ ബിസിനസ്സുകളിൽ പലതും ചതിക്കുക. അങ്ങനെ ഒട്ടനേകം ആളുകൾ, പ്രത്യേകിച്ചും അവർ പറയാറുള്ളത് ദീനുണ്ട് എന്നും ഇസ്ലാമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ സങ്കടം പറയാണ്. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്ത് അത് കൃത്യമായി കൊണ്ട് നടപ്പിലാക്കേണ്ടവരാണ് നമ്മൾ. ചില കാര്യങ്ങൾ രഹസ്യങ്ങളായി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു അമാനത്താണ്. ചിലത് ആരോടും പറയാൻ പറ്റൂല. ഒരു ഹദീസിൽ കാണാം, ഒരാൾ തൻ്റെ ഭാര്യയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇന്നമിൻ അഅ്ളമിൽ അമാന, അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ അമാനത്താണ്, വലിയ അമാനത്താണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്താണ്? അർറജുലു യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി, ഒരാള് തന്റെ ഭാര്യയുമായി, ഭാര്യ ഭർത്താവുമായിട്ട് ശയ്യ പങ്കിടുന്നു. സുമ്മ യൻശുറു സിർറഹ, എന്നിട്ട് ആ രഹസ്യം വേറെ ഒരാളോട് പങ്കുവെക്കുന്നു. ഇത് വലിയ അമാനത്തിലെ പിഴവാണ്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപിച്ച കാലത്ത് നമുക്ക് എന്താണ് രഹസ്യം എന്ന് അറിയാത്ത അവസ്ഥയ്ക്കായി. എല്ലാം സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കണം. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി 10 ആള് കാണാൻ വേണ്ടിയിട്ട് ഏത് രഹസ്യവും പുറത്തു പറയുന്ന അവസ്ഥയിലേക്ക് നാട് മാറിക്കിടക്കാം. ചിലതൊക്കെ രഹസ്യങ്ങളായി സൂക്ഷിക്കാൻ കഴിവുണ്ടാവണം. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ മണിയറ രഹസ്യങ്ങൾ ഒരു കാരണവശാലും തന്റെ പ്രിയപ്പെട്ടവരുമായി, സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്തും നിങ്ങൾ വഞ്ചിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ഉലമാക്കന്മാർ കൃത്യമായി വിശദീകരിച്ചു പറഞ്ഞ വാക്കാണ്. ഒരു മുഅ്മിൻ അവന്റെ അമാനത്ത് പാലിക്കുക, കരാറുകൾ ഉണ്ടെങ്കിൽ ആ കരാറുകൾ കൃത്യമായിട്ട് അവൻ ഏറ്റെടുത്തതുപോലെ തന്നെ അത് പൂർത്തിയാക്കാനും അയാൾ ശ്രമിക്കേണ്ടതുണ്ട്. ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നു, മനുഷ്യന് 3 നിലക്കുള്ള അമാനത്തുണ്ട്. ഒന്ന്, അവനും അവന്റെ റബ്ബും തമ്മിലാണ്. ഞാൻ നിസ്കരിക്കാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹു ഉണ്ടെന്ന്, അല്ലാഹുവിനെ ആരാധ്യനായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് അമാനത്താണ്. ഞാൻ അല്ലാഹു അല്ലാത്തവരെ ഒരാളെയും ആരാധിക്കൂല, അമാനത്താണ്. ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നവൻ, മുസ്ലിമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ ഞാൻ പാലിക്കണവനാണെന്നുള്ള ഒന്നാമത്തെ ഒരു അമാനത്തി എന്ന് പറയുന്നത് അള്ളാഹുവിനോടാണ്. വസാനി, രണ്ടാമത്തേത് അന്നാസു ബഅദഹും, ജനങ്ങൾ തമ്മിൽ കുറച്ച് അമാനത്തുണ്ട്. നമ്മൾ തമ്മിൽ പറയില്ലേ, ഞാൻ ചെയ്തോളാം, അത് ഞാൻ പറയാം, അത് ഞാൻ കൊടുക്കാം. നമ്മൾ തമ്മിൽ, മനുഷ്യന്മാര് തമ്മിൽ കുറച്ച് അമാനത്തുണ്ട്, അത് പാലിക്കണം. ഒരാള് വിശ്വാസപൂർവ്വം മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സ്വത്തുക്കള്, രഹസ്യങ്ങള്, ഇടപാടുകള്, അതിന്റെ മര്യാദകളെല്ലാം മനുഷ്യന്മാര് തമ്മിലുള്ള അമാനത്ത് പാലിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഉത്തരവാദിത്വം. 3, അന്നാസു ലിനഫ്സി, ജനങ്ങൾ സ്വന്തത്തോട് ഞാൻ എന്നോട് കാണിക്കേണ്ടുന്ന എന്റെ ഗുണത്തിന് വേണ്ടി, എന്റെ നന്മക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഞാൻ എന്നോട് പാലിക്കാനുള്ളതാണ്. അത് ഞാൻ എന്നോട് സ്വയം പാലിക്കേണ്ടതാണ്. ഇതിലെ രണ്ടാമത് പറഞ്ഞ ഈ മനുഷ്യന്മാര് മനുഷ്യരോട് പാലിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട അമാനത്ത് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ഉലമാക്കന്മാർ പ്രധാനമായും എടുത്തു പറയാറുള്ളത് അവരുടെ ബന്ധങ്ങളിലുള്ള അമാനത്താണ്. നമ്മുടെ മക്കൾ നമുക്ക് നൽകിയ വലിയ അമാനത്താണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വിഷയം ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ മക്കളോടുള്ള അമാനത്തിന്റെ ഭാഗമായി അയാൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അമാനത്ത് അവരെ നല്ല മക്കളാക്കി വളർത്തുക എന്നുള്ളത് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൽ അവരുടെ
പ്രധാനമായും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നമ്മൾ ചില ചിന്താഗതികളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ചില ആൾക്ക് രക്ഷിതാക്കളെങ്കിലും പാരന്റിങ്ങിൽ പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളാണ്. നമ്മളെ കുട്ടികൾക്ക് 7 വയസ്സിന്റെ മേലെ കുട്ടികൾ ആർക്കെങ്കിലുണ്ടോ? 7 വയസ്സിന്റെ താഴെ 1, 2, 3, 4, 5, 6, 7 വയസ്സുള്ള കുട്ടികൾ ആർക്കെങ്കിലുണ്ടോ? അൽഹംദുലില്ലാഹ്. അവരാണ് ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കുട്ടികൾക്ക് 5 വയസ്സിന് മുമ്പ് ഖുർആനിനോട് നമുക്കൊരു പ്രധാന താല്പര്യം ഉണ്ടാക്കണം. അപ്പൊ നമ്മക്ക് ഈ പ്രായത്തിലാണ് ഖുർആനോട് താല്പര്യം വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആനോടൊരു പ്രത്യേക ഇഷ്ടവും താല്പര്യം, ഓതാനും കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കാം. ഖുർആൻ അവർക്ക് കേൾക്കാൻ ഗർഭപാത്രത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കും. ഗർഭപാത്രത്തിൽ കൊണ്ടുപോയി ഓതാൻ കഴിയില്ല. ഉമ്മ ഗർഭിണി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്യുക. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സൂറത്ത് മറിയം ഓതാറുണ്ട്. എന്തിനാത്രേ? സുഖപ്രസവം ഉണ്ടാവാനും നല്ല സുന്ദരമായ കുട്ടികളെ കിട്ടാനും വേണ്ടി. അങ്ങനെ ദിവസമൊന്നും വന്നിട്ടില്ല. ഖുർആൻ നല്ല കേൾക്കുക എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മൊബൈൽ ഫോണിന്റെ ആ റീൽസിന്റെ രംഗം ശരിക്ക് കിട്ടേണ്ടത് നമ്മളെ കുട്ടികൾക്ക് ബെഡിൽ ഇരുന്ന് രാത്രി കടന്നുറങ്ങാൻ സമയത്ത് കഥ പറഞ്ഞു കൊടുത്ത്, ആദം നബിന്റെയും നോഹ് നബിന്റെയും സ്വാലിഹ് നബിന്റെയും കഥ അങ്ങനെ രസകരമായി പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കൊടുത്ത് വലിയൊരു അമാനത്താണ്. എൻ്റെ കുട്ടിനെ നന്നാക്കണം എന്നുള്ളത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്. നമ്മള് മാതൃകയാവണം. നമ്മള് ഖുർആൻ ഓതുന്നത് കുട്ടികൾ കാണണം. നമ്മൾ ക്ലാസ്സിന് പോകുന്നത് കുട്ടികൾ കാണണം. നമ്മൾ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കുന്നത് കുട്ടികൾ കാണണം. നമ്മൾ ആളുകളോട് മര്യാദക്ക് പെരുമാറുന്നത് കുട്ടികൾ കാണണം. നമ്മൾ മാതൃകയാകാതെ നമ്മുടെ കുട്ടികൾ നന്നാവും. നമ്മൾ ഫുള്ള് നെഗറ്റീവ്സ് അടിച്ചും നമ്മൾ ഫുള്ള് എല്ലാത്തിനെയും ആക്ഷേപിച്ചും കുറ്റം പറഞ്ഞും പരിഹസിച്ചും ജീവിക്കുന്ന ഒരാള് നമ്മൾ ദീനുമായിട്ട് യാതൊരു കണക്ഷനിലും പോകും. കുട്ടി നല്ല കുട്ടിയാവണം എന്ന് പറഞ്ഞ് ഏത് മദ്രസ കൊണ്ടേയാക്കിയാലും അതാകാൻ പോണില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ മാതൃകാപരമായി ജീവിതത്തെ കാണിച്ചു കൊടുക്കണം. കുട്ടി വായിക്കാൻ കൂടെ ഇരുന്ന് വായിച്ചു തുടങ്ങണം. നമ്മൾ ചിലപ്പം ഇപ്പുറത്തെ സൈഡിലിരുന്ന് നമ്മൾ വായിച്ചു തുടങ്ങേണ്ടി വരും. അപ്പോൾ കുട്ടിക്ക് വായിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. നമ്മളിപ്പുറത്ത് ഫോണിലാണെങ്കിൽ കുട്ടിക്ക് ഫോണിനോടായിരിക്കും താല്പര്യം ഉണ്ടാവും. ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് നമ്മളെ പടച്ചോനെ ഏൽപ്പിച്ച അമാനത്താണ്. നമ്മുടെ കുട്ടികൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ സയൻസ് ഒക്കെ പറയാറുള്ളത്, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് പരമാവധി സ്ക്രീൻ ടൈം കുറക്കാൻ നോക്കും. പരമാവധി സ്ക്രീൻ ടൈം കുറക്കാൻ നോക്കും. ഈ അടുത്ത് ട്രെയിനിൽ ഇങ്ങനെ പോകും, തിരിച്ച് കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പോവുക, നാട്ടിലേക്ക് പോവുക. നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടി നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് വായിച്ചു നോക്കും. പിന്നെ ഉറക്കം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കും. അപ്പൊ ഈ ട്രെയിനിലാണ് നമ്മളെ ശരിക്കും പറഞ്ഞുള്ള ഉറക്കം എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഉറങ്ങണതിന്റെ ഇടയിൽ ഒരു കുട്ടി പെട്ടെന്ന് നീട്ടി കരയും. ഭയങ്കര കരച്ചിലേക്കും. ആ കമ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കാൻ മാത്രം കരച്ചു. അപ്പൊ നമ്മൾ ഉറക്കം പോകും, ഒന്ന് നോക്കും. അപ്പോ എന്തൊക്കെയാ അതിനെ കാട്ടിക്കൂട്ടി സ്റ്റോപ്പ് ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പിന്നെയും കരയും. അപ്പോഴും നമ്മളാകെ തകരാറ്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് അവരോട് ചോദിച്ചു, കുട്ടിക്ക് എന്താണ് പ്രശ്നം? 2.5 വയസ്സാണ് കുട്ടീൻ്റെ പ്രായം. അപ്പോൾ കുട്ടി മൊബൈൽ അഡിക്റ്റഡ് ആണ്. 2.5 വയസ്സ്. ചികിത്സിക്കാൻ കൊണ്ടുപോകണം. എപ്പോഴാണോ ഫോൺ മേടിക്കണത് അപ്പൊ കരയും. 10 മിനിറ്റ് കൂടുമ്പോൾ ഓല എന്ത് ചെയ്യണം, ഇവിടെ നിയന്ത്രിക്കാൻ വേണ്ടി മേടിച്ചേക്കാണ്. ആ മേടിച്ച് വെക്കുമ്പോൾ കുട്ടി കരയും. അവരോട് ചോദിച്ചു, എന്താ ചികിത്സ ചോദിച്ചു. ചികിത്സ മൈസൂരിൽ ഒരു തെറാപ്പി ഉണ്ട്, ആ തെറാപ്പിക്ക് ചികിത്സിക്കാൻ കൊണ്ടുപോകണം 2.5 വയസ്സുള്ള പെൺകുട്ടിനെ. അത് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുത്തു? ഒക്കെ നോക്കിയതാണ്, നടക്കണില്ല. എന്നാലും ചോദിച്ചു, അതിന്റെ മേലക്കുള്ള അവസ്ഥ എന്താവും ആലോചിച്ച് നോക്കി നിങ്ങൾ. വലിയ പ്രയാസങ്ങളിലേക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കാനോ കുട്ടി ഒന്ന് കടന്നുറങ്ങാനോ കുട്ടി കരച്ചിൽ മാറ്റാനോ ഉള്ള യന്ത്രമല്ല ഡിജിറ്റൽ സ്പേസ് എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഹരി ഭാര്യയാണ്. പെട്ടെന്ന് മാറ്റിയെടുക്കുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പിടിച്ച് നാളെ മുതൽ സിഗരറ്റ് വേണ്ടാന്ന് വെച്ചോക്കി അയാൾ ആകെ ഭ്രാന്തനായി മാറും. അതേപോലെയാണ് നമ്മളെ കുട്ടികൾക്ക് ഇത് പെട്ടെന്നൊരു ദിവസം വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ പതുക്കെ അതിന്റെ ഉപയോഗം കുറച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. വീട്ടില് ഈ കാര്യങ്ങളൊന്നും എല്ലാവരും ഓർമ്മയിലുണ്ടാവുക. നമ്മളെ കുട്ടി പിന്നെ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ടൈം ക്ലിയർ ചെയ്യാം. എത്ര മണി മുതൽ എത്ര മണി വരെ, എത്ര മിനിറ്റാണ് അവിടെ കൊടുത്തിട്ട് നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരണമെങ്കിൽ അപ്പൊ തിരിച്ചു മേടിക്കുന്ന സിസ്റ്റം ഉണ്ടാകാൻ പാടില്ല. ഒരു ടൈമൊക്കെ 20 മിനിറ്റ്, 25 മിനിറ്റ്, 15 മിനിറ്റ് അങ്ങനെ ചെറിയ ഷോർട്ട് ടൈം കൊടുക്കുക.
തനിച്ചാകരുത്. നമ്മളെ കുട്ടികള് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു മൂലയിൽ പോയി വാതിലൊക്കെ അടച്ച് ഇരുന്നിട്ട് ഇയർഫോണൊക്കെ വെച്ചിട്ട് ഇരുന്ന് സുഖമായിട്ട് എന്തോ കേൾക്കുകയും എന്തോ കാണുകയും ചെയ്യുന്നത് ഒരിക്കലും ഉണ്ടാകരുത്. പൊതുസ്ഥലത്തിരുന്ന് മാത്രമേ വെക്കാം. നമ്മൾ ഫോൺ കൊടുക്കണോ, ഓൻ എന്താ കാണണം എന്താ കേൾക്കണമെന്ന് നമ്മൾ കേൾക്കണം, നമ്മൾ അറിയണം. തനിച്ച് ഇരുന്ന അവസ്ഥയിലേക്ക് ആവരുത് എന്നർത്ഥം. പിന്നെ ഏറ്റവും പ്രധാനമാണ് പടച്ചോനെ എൻ്റെ കുട്ടി നന്നാവണേന്നും എൻ്റെ കുട്ടിക്ക് ഹൈറുണ്ടാകണേന്നൊക്കെയുള്ള പ്രാർത്ഥന നമ്മൾ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വേണം. ലാ തദ്ഉ അലാ അംവാലിക്കും വലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും സന്താനത്തിനും എതിരായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. എപ്പോഴും ഗുണമായിട്ട് പ്രാർത്ഥിക്കുക. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന. ആ പ്രാർത്ഥന എത്ര പേർക്കറിയാം? ഒന്ന് പ്രാർത്ഥിച്ചാണ്. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന ദുരിയാതിന ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾ ഉള്ളവർ, സമ്പത്ത്, ഭാര്യ ഉള്ളവർ, സന്താനമുള്ളവർ, കുടുംബമുള്ളവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇബാദുർ റഹ്മാന്റെ അടയാളം പറഞ്ഞത്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ എൻ്റെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണേ. കൗൺസിലിങ്ങിന് വേണ്ടി ഒരു കുട്ടിനെ കൊണ്ടുവരാണ്. എന്താ പ്രശ്നം? മുടി ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ പാപ്പ ഷോപ്പല്ലല്ലോ, നമ്മൾ വയതറിയുന്ന ആളാണ്. അല്ല, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാവും. അങ്ങനെ കുറേ നേരത്തെ നീണ്ട മണിക്കൂറുകൾ, 2 മണിക്കൂറോളം മകനോട് സംസാരിക്കേണ്ടത് മുടി വെട്ടണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പുതിയ കാലഘട്ടത്തിലെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വളർത്തി വലുതാക്കി സെറ്റാക്കി ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് നടക്കുക. സുജൂദൊക്കെ കൊണ്ട് പോയാൽ മൊത്തം മുടി കൊണ്ട് വന്ന് കിടക്കും. എന്നിട്ട് നീക്കുമ്പോൾ അനങ്ങുമ്പോൾ അവൻ്റെ തലയിലെ കൈ ഉണ്ടാവുക. വാപ്പ പറഞ്ഞ ഒരു രക്ഷയില്ല. അവസാനം വീട്ടിൽ തല്ലായിട്ടാണ് ഇവർ സംസാരിക്കാൻ വരും. അങ്ങനെ കുറേ പറഞ്ഞ് അവസാനം നീണ്ട മണിക്കൂറുകൾക്കിടയിൽ മുടി വെട്ടാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മുടെ വീട്ടിൽ അടുത്ത പ്രശ്നം, മുടി വെട്ടിയ വേറെ പ്രശ്നം. അതാകെ കോലക്കടാക്കിട്ടേക്കും വരിക. റെയിൽവേ ട്രാക്കിൽ പുല്ല് വെട്ടിയ മാതിരി അതൊരു കഥയിലേക്കും എൻ്റെ അവസ്ഥ ഉണ്ടാവും. പിന്നെ വെട്ടീൻ്റെ പേരിലേക്കും അടുത്ത തല്ലുണ്ടാവുക. എന്തൊക്കെ കാട്ടിക്കൂട്ടിലാണ് മുടി കൊണ്ട് വരുന്നത് എന്നല്ല ചോദിക്കും. ഒരു മകൻ 17 വയസ്സിൽ ലഹരിക്ക് എന്താ പറയുക, ലഹരി ട്രാഫിക് എന്ന് പറയും, ലഹരി കടത്ത്. കാറിന്ന് പിടിക്കുക. കാറിൽ 18 വയസ്സുള്ള ആൾക്കാരാണെന്ന് കുഴപ്പമില്ല. 18 വയസ്സിന് താഴെ. ഇവന് 17 വയസ്സ്. 18 വയസ്സാകഴിഞ്ഞ് 3 മാസം കൂടി ഉണ്ട്. ഇവനെ പിടിക്കാണ്. നമ്മൾ മക്കളിൽ നിന്ന് കൺകുളിർമ ഉണ്ടാവണേ എന്നല്ല ആഗ്രഹിക്കുന്നത്. മക്കൾ എത്തിപ്പെടുന്ന തുരുത്തുകളെ കുറിച്ച്, അപകടങ്ങളെ കുറിച്ച് നമ്മൾ നല്ലോണം ചിന്തിക്കണം. ആൺകുട്ടികളെ പെൺകുട്ടികളെയും ചിന്തിക്കണം. ഈ അടുത്ത കാലത്ത് പെൺകുട്ടികളിൽ നിന്നാണ് കൂടുതൽ ലഹരി കേസുകൾ പിടിക്കപ്പെട്ടത്. കാരണം അവർക്ക് പരിശോധനകൾ കുറവായിരിക്കും. ഓല ശരീരത്തിൽ ആരും തുറന്ന് പരിശോധിക്കാൻ തയ്യാറാവില്ല. 2 ആരും സംശയിക്കൂല. അങ്ങനെ കുറെ കേസുള്ളതുകൊണ്ടാണ് സ്ത്രീകളിലും പെൺകുട്ടികളിലും ഇത് കടത്തിന് ഉപയോഗിക്കുന്നത്. ഈ പയ്യനോട് എങ്ങനെയാണ് നീ ലഹരിക്ക് കടത്തിനേക്ക് പോകണ്ടായ കാരണം ചോദിച്ചതാണ്. അവൻ സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. മൊബൈൽ ഫോൺ 4 ഐഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് 4 ഐഫോൺ മേടിച്ച് കച്ചവടത്തിനാണ്. ഒരു ഫോണിന് 80,000 രൂപ കിട്ടും. ബാക്കി അത് 1 ലക്ഷത്തിന് വിൽക്കുക. 20,000 രൂപ എക്സ്ട്രാ കിട്ടും. ഇവൻ ഫോൺ ഓർഡർ ചെയ്ത് ഓൺലൈനിൽ പൈസ അങ്ങോട്ട് പോയി. പിന്നെ ഇങ്ങോട്ടൊരു മറുപടി ഇല്ല. ഫോണും ഇല്ല, പൈസ ഇല്ല. അപ്പൊ ഇതൊന്ന് രക്ഷപ്പെടാൻ, ഈ കടം വീട്ടാൻ എവിടെയെങ്കിലും പോണ്ടേ. അപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എൻ്റെ ചങ്ങായി പറഞ്ഞു, ജിന്റെ കൂടെ പോലെ നമുക്കൊരു ബിസിനസ് ഉണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് സാധനം കടത്തലാണ് പരിപാടി. അപ്പൊ ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കടങ്ങൾ വേഗം വീട്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുട്ടികളെ എവിടുക്കാ പോണേ? ഒരു രാത്രി കാണാതായാൽ അന്വേഷിക്കാറുണ്ടോ? ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുതിർന്ന കുട്ടികളുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില തലങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എൻ്റെ കുട്ടി എൻ്റെ അമാനത്താണ്. പഠിക്കുന്ന രക്ഷിതാക്കളുണ്ട്, മദ്രസ രക്ഷിതാക്കളുണ്ട്. നിങ്ങൾ ഓല കൂടെ മദ്രസയത്തെ ഏതെങ്കിലും വിഷയം ഇരുത്തി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരുടെ പ്രോഗ്രസ് കാർഡ് തുറന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവരുടെ അധ്യാപകരുമായിട്ട് ഇന്ന് വരെ വിഷയങ്ങൾ അറിഞ്ഞ് സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ? അവർ ലീവായതിനെ പറ്റി നിങ്ങൾ അവരുടെ അധ്യാപകരുമായി സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ സ്വഭാവ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ അമാനത്താണ്.
നമ്മൾ അവരെ കൃത്യമായി നമ്മളെ കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ദീനിയായ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഭാര്യനോട് നമുക്ക് അമാനത്തുണ്ട്, നമ്മുടെ പള്ളിയോട് നമുക്ക് അമാനത്തുണ്ട്, നമ്മുടെ അയൽവാസിനോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പാലിക്കുന്നവനാണ് മുഅ്മിൻ. അതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. നമുക്ക് ഓതി നോക്കാം. ഞാൻ ഓതുന്ന ആയത്ത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. والذين هم لأماناتهم وأهدهم راعون والذين هم على صلواتهم يحافظون والذين هم على صلواتهم يحافظون أولئك هم الوارثون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون الذين يرثون الفردوس هم فيها خالدون. പതിനൊന്ന് ആയത്തുകൾ നമ്മൾ പോതി. എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ ആയത്തുകൾ അവസാനം കാണുമ്പോൾ? ഏതക്ഷരത്തിലെല്ലാം അവസാനിക്കും നോക്കി. എല്ലാം നൂന കൊണ്ടാണ് ഇതുവരെയും ഓതി ആയത്തൊക്കെ അവസാനിച്ചത്. മുഅ്മിനൂൻ, ഖാശിഊൻ, റാഊൻ. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. എല്ലാം ഇതുവരെ പറഞ്ഞത് നൂന കൊണ്ട് അവസാനിക്കുന്ന ആയത്തുകളായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനാത്ത് പറഞ്ഞു, അഹ്ദ് എന്ന് പറഞ്ഞ കരാറാണ്, റാഊൻ എന്ന് പറഞ്ഞ പാലിക്കുന്നവരാണ്. റാഊൻ ഒരു കരാറ് പറഞ്ഞാൽ അത് പാലിക്കുക, എഗ്രിമെന്റ് എടുത്താൽ അത് പാലിക്കാം. നമ്മളോട് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ചില എഗ്രിമെന്റുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത് പരിചയമുള്ള നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ കടം കൊടുക്കുക. ഇന്ന് കടം കൊടുത്താൽ നമ്മൾ ശത്രുവായി മാറും. എത്രയോ മനുഷ്യന്മാരോട് തമ്മിൽ തെറ്റേണ്ടി വന്നത് കടം കൊടുത്തതിന്റെ പേരില്ല. എന്തേ? തിരിച്ചു വയ്ക്കാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിച്ചോളിയും. എത്ര സുഹൃത്താണെങ്കിലും ഈ പറയണ ഈ ഉസ്താദ് എന്ന് പറഞ്ഞ ഞാനാണെങ്കിലും നിങ്ങളോട് കടം ചോദിക്കണുണ്ടോ, നിങ്ങൾ എന്നെ കൊണ്ട് എഗ്രിമെന്റ് എഴുതിപ്പിക്കണം. ക്രാന്തി തരും, 2 സാക്ഷികൾ. എന്റെയുമല്ല, നമ്മളുടെയൊക്കെ നിയമല്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ്? അൽ ബഖറയിലെ. ഏത് വിഷയത്തിലാണ്? കടം. ഏറ്റവും വലിയ ആയത്ത് കടം മേടിക്കുന്ന വിഷയം. ഒന്നാമത്തെ നിയമം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ. നിങ്ങൾ ആരെങ്കിലും കടം മേടിക്കുന്നുണ്ട് ചെങ്ങിയത് അത് എഴുതി വെക്കണം.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല നിലക്കുമുള്ള, പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിംസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവുക. ഒരുപാട് അബദ്ധങ്ങളാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്. പലരുടെയും കുടുംബം നഷ്ടപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത് സാമ്പത്തികമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മര്യാദയും പാലിക്കാത്തതുകൊണ്ട്. അതിന്റെ ശരിയായ നിബന്ധനകൾ അറിയാതെയും പഠിക്കാതെയും നമ്മുടെ പൈസ കയ്യിൽ നിന്ന് പോണതിന് നമ്മൾ അധ്വാനിച്ച പൈസയാണ് ഈ പോണത്. ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിനെ കുറിച്ച് നല്ല ക്ലിയർ ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ലാതെ ചില വ്യക്തികളുമായിട്ട് നമ്മൾ ഒരു രൂപന്റെ ബിസിനസ് പോലും നടത്താൻ പാടില്ല. എത്ര ലാഭം തരാന്ന് പറഞ്ഞാലും ഇന്ന് അങ്ങനെ മനുഷ്യന്മാര് ദീനിന്റെ പേരിൽ, അല്ലെ, സുന്നത്തിന്റെ പേരിൽ, പള്ളിയിൽ കണ്ടതിന്റെ പേരിലൊക്കെ ബിസിനസ്സിൽ ചെന്ന് ചേർന്ന് കുടുങ്ങിപ്പോയ കുറെ മനുഷ്യന്മാര് പരാതി കൊണ്ടുവരും. പക്ഷെ എപ്പോഴോ പറയാന്നറിയോ, എല്ലാം കയ്യിൽ നിന്ന് പോയതിനു ശേഷം വന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെ ഒന്ന് പോയി പൊട്ടുഞ്ഞിപ്പോ എന്താ ചെയ്യാം. എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് 14 ലക്ഷം രൂപ ഒരു ബിസിനസ് കൊടുത്തു. ആള് സ്വന്തം വീടാണ് വിറ്റു. ഇപ്പൊ വീടിന്റെ മുന്നിൽ വേറെ ഒരു വീട്ടിൽ, വാടക വീട്ടിൽ, സ്വന്തം വീട് ഇങ്ങനെ കാണാം, കയറിയിരിക്കാൻ പറ്റൂല. ആ വീടിന്റെ തൊട്ട് മുന്നത്തെ വീട്ടിൽ അയാൾ വാടക വീട്ടിൽ കിടന്നുറങ്ങണം. എന്ന് രാവിലെ അങ്ങനെ വീട് ഇങ്ങനെ കാണും, കയറാൻ പറ്റൂല. ബിസിനസ്സൊക്കെ പോയതാ, പിന്നത്തെ ഒരു ഉറപ്പ് തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെ എത്ര മനുഷ്യന്മാരുടെ കഥകളുണ്ടെന്നറിയോ? ജീവിതത്തിന്റെ ഇസ്ലാം അനുവദിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കാത്ത മനുഷ്യന്മാരുണ്ട്. പച്ചക്ക അവർ പറയാറുണ്ട്, ഇസ്ലാം അനുവദിച്ചില്ല എന്നൊറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നോ പോയിരുന്നു. കരാറുകൾ, എഗ്രിമെന്റുകൾ ഉണ്ടെങ്കിൽ ഇത് പാലിക്കണം, അഹദുകൾ പാലിക്കണം, കരാറുകൾ പാലിക്കുന്നവരായിരിക്കണം. അതാണ് മുഅ്മിനിന്റെ പ്രധാനപ്പെട്ട ഗുണം. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ഒരിക്കൽ വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അടുത്തായത് ഉലൈക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. ആദ്യം തുടങ്ങിയത് എവിടുന്നാണ്? الذين هم في صلاتهم خاشعون. ആ വിഷയം അവസാനിപ്പിക്കുന്നത് എവിടെ നോക്കിയും വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. മുഅ്മിനീങ്ങളുടെ അവസാനത്തെ ഗുണം പറയാണ്, അവർ നമസ്കാരത്തിൽ ഹാഫിളീങ്ങളാണ്. വല്ലദീന, ആ ഒരു വിഭാഗം ആളുകൾ, ഹും, അവർ, അലാ സ്വലവാതിഹിം, അവരുടെ നമസ്കാരങ്ങളിൽ, യുഹാഫിളൂൻ. ഹാഫിളാവുക എന്ന് പറഞ്ഞാൽ മനപ്പാടാക്കാന്ന് മാത്രല്ല അർത്ഥം, സംരക്ഷിക്കാൻ അർത്ഥം കൂടി. ഞാൻ ഖുർആനിനെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കണേനാണ് ഹിഫ്ള്. പുറത്തുള്ള ഒരു ഇൽമിനെ അകത്താക്കി സംരക്ഷിക്കണേനാണ് ഹാഫിള്. നമസ്കാരത്തിനെ ഹിഫ്ളാക്കുക, നമസ്കാരത്തിനെ ഹാഫിളാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി കൊണ്ട് അനുഷ്ഠിച്ചു പോരുക, അത് കൃത്യമായിട്ട് പാലിച്ചു പോരുക എന്നുള്ളതിനാണ് യുഹാഫിളൂൻ എന്ന് പറഞ്ഞത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞ വാക്ക് യുവാളിബൂന അലൈഹാ ഫി മവാഖീതിഹാ, സമയത്ത് നിസ്കരിക്കുക എന്നതാണ്. ഇസ്ലാമിലെ 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് നിസ്കരിക്കണമെന്ന് മാത്രമല്ല, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വഖത്ത് നിശ്ചയിച്ചാണ് നിസ്കാരം. ചില ആൾക്കാരുടെ ധാരണ ളുഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കോളാണ് എന്നാണ്. ചില ആൾക്കാരുടെ ധാരണ ഇഷായിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇഷാ നിസ്കാരം കഴിഞ്ഞ് സുബഹിന്റെ ഇടയിൽ എപ്പോ നിസ്കരിച്ചാലും കുഴപ്പമില്ല എന്നല്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല, അഭിപ്രായല്ലേ? ഇല്ല. ഇഷാ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ അർദ്ധരാത്രി വരെ, 12 മണി വരെ ശരിക്ക് സമയം. അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുക. വൈകി നിസ്കരിക്കലാണ് നല്ലത്. എന്ന് വെച്ചാൽ ജമാഅത്ത് കളഞ്ഞ് കൂടി പോയി നിസ്കരിക്കണം എന്നല്ല, ജമാഅത്തുണ്ടെങ്കിൽ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണം. ഇനി ഒരാൾ നമ്മൾ പറയല്ലേ, ഉറക്കം കൊണ്ടോ യാത്ര കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ വൈകിയ ഒരാളാണെങ്കിൽ അവർക്കുള്ളതാണ് എന്ത്? അയാൾ സുബഹിന്റെ മുമ്പെങ്കിലും അത് നിസ്കരിച്ച് വീട്ടുക എന്നുള്ളത്. അല്ലാതെ എന്തല്ല, നോർമൽ സമയമല്ല സുബഹി വരെ എന്നുള്ളത്. സുബഹിന്റെ മുമ്പുള്ള സമയം തഹജ്ജുദിനും ഖിയാമുൽ ലൈലിനുള്ള സമയം, ഇശാക്കുള്ള സമയമല്ല എന്നാ പറയാം.
അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു നമസ്കാരത്തിൽ ഒരാൾ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അതിന്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്. സമയത്തിൽ ഏറ്റവും അഫ്ളലായ സമയം ഏതാ? അസ്സലാത്തു അലാ വഖ്തിഹാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിക്കുന്നുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട നബിയുടെ സഹാബി, വിശുദ്ധ ഖുർആനിനെ നന്നായി പഠിച്ച മനുഷ്യനാണ്. റഈസുൽ മുഫസ്സിരീൻ എന്നാണ് വിശേഷിപ്പിക്കുക. ഒരു സ്കെൽറ്റായി കറുത്ത ഒരു മനുഷ്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആളുകൾ കാണുമ്പോൾ അദ്ദേഹത്തെ വളരെ ചെറുതായി തോന്നിപ്പോകുമെന്നാ പറയാറുള്ളത്. നബി തങ്ങൾ ഒരിക്കൽ പറയണ്ടായി, നിങ്ങൾക്ക് ഇബ്നു മസ്ഊദിനെ പറ്റി അറിയാഞ്ഞിട്ടാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെറുതായി കാണണ്ടെന്നൊക്കെ പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. ഒരിക്കൽ ഞാൻ ചോദിച്ചു നബിനോട്, റസൂലേ അയ്യുൽ അമൽ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്? ആദ്യത്തെ മറുപടി അസ്സലാത്തു അലാ വഖ്തിഹാ. നിസ്കാരമല്ല, നിസ്കാരം എന്നല്ല, അസ്സലാത്തു അലാ വഖ്തിഹാ, അതിന്റെ സമയത്ത് നിസ്കരിക്കാം. രണ്ടാമത് ഞാൻ ചോദിച്ചു, നബിയെ അത് കഴിഞ്ഞാൽ ഏതാണ്? ഏതായിരിക്കും? ബിർറുൽ വാലിദൈൻ. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ. ഇതൊക്കെ നേരത്തെ പഠിച്ച സിമ്പിളായ ഹദീസുകൾ പെട്ടതാണ്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ നമസ്കാരം കഴിഞ്ഞ രണ്ടാമത്തെ മഹത്തരമായ കാര്യം. മൂന്നാമത്തേത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഈ വിഷയത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത്. അപ്പൊ നമസ്കാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മവാഖീത്തുസ് സ്വലയാണ്, നമസ്കാരത്തിന്റെ സമയങ്ങൾ സൂക്ഷിക്കലാണ്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമസ്കാരത്തിൽ അലാ മവാഖീതിഹാ, സമയവും വ റുകൂഇഹാ, അതിന്റെ പ്രധാന റുകൂഉകളും വ സുജൂദിഹാ, അതിന്റെ സുജൂദും ശരിയാവണ്ണം നിർവഹിക്കലാണ്. വഖദ് ഇഫ്തതഹ അല്ലാഹു ദിക്റ ഹാദിഹി സിഫാത്തിൽ ഹമീദതി ബിസ്സലാം, അല്ലാഹു മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞിട്ട് തുടങ്ങിയത് നിസ്കാരം കൊണ്ടാണ്. വഖ്തമഹാ ബിസ്സലാ, നിസ്കാരത്തിന്റെ ഗുണം പറഞ്ഞിട്ടാണ് ഈ ആയത്തുകൾ അവസാനിപ്പിക്കുന്നത്. ഫദല്ല അലാ അഫ്ളലിയതിഹാ, ആ വിഷയത്തിന്റെ പ്രാധാന്യം ഈ വിഷയം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സു, ഇസ്തഖീമു, നിങ്ങൾ നേരെ ചൊവ്വ ജീവിതത്തെ നിലക്കൊണ്ടു പോവുക. വഅലമു, നിങ്ങൾ അറിഞ്ഞോളൂ, അന്ന ഖൈറ അഅമാലികുമുസ് സലാ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നിസ്കാരം. ഹജ്ജിനേക്കാൾ, ഉംറയേക്കാൾ, നോമ്പിനേക്കാൾ, സകാത്തിനേക്കാൾ പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന്. എന്നാലോചിക്കപ്പോ വലാ യുഹാഫിദ് അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ, ഒരു യഥാർത്ഥ മുഅ്മിനല്ലാതെ അതിന്റെ വുളൂവോടുകൂടെ അതിനെ സംരക്ഷിക്കാൻ കഴിയൂല. അപ്പൊ നമസ്കാരത്തിന്റെ സംരക്ഷണം യുഹാഫിദൂൻ എന്ന അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഹദീസുകളിലെല്ലാം കാണാൻ സാധിക്കും, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് പറഞ്ഞയക്കും. അവിടെ കുറെ അഹ്ലു കിതാബുകാരുണ്ടാവും. അവരോട് ആദ്യം പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണം. അതവർ ഓക്കെ ആണെങ്കിൽ അവർ രണ്ടാമത് നിസ്കാരത്തിലേക്ക് പറയണം. ഖദ് ഫറദല്ലാഹു അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം, രാത്രിയും പകലുമായിട്ട് 5 നേരം നിസ്കാരമുണ്ട്. ഒരാൾ സക്കാത്ത് കൊടുത്തില്ല, നോമ്പ് നോറ്റില്ല, ഹജ്ജ് ചെയ്തില്ല എന്ന് വിചാരിച്ച് ഫഖദ് കഫറാന്ന് പറഞ്ഞിട്ടില്ല ഹദീസിൽ, എവിടെയും കാഫിറാണ് പറഞ്ഞിട്ടില്ല. പക്ഷെ നിസ്കാരം ഒഴിവാക്കിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫഖദ് കഫറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? പല മുസ്ലിം കുടുംബങ്ങളിലും ഈ സംഭവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവ് നിസ്കരിക്കണില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിവോഴ്സ് ആക്കാൻ പറ്റുമോ? ഭാര്യ നിസ്കരിക്കണില്ല എന്ന് മാത്രമല്ല, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നവർ. നിസ്കരിക്കുന്ന കുട്ടികളെ നമ്മളെ ക്യാമ്പസിൽ, സ്കൂളിൽ, കോളേജിൽ നിസ്കരിക്കുന്ന കുട്ടികളെ കണ്ടിച്ചെങ്കിൽ ഓനെ ഒരു മദ്രസ പൊട്ടൻ, ഓനൊരു വലിയ മുത്തക്കി ആണ്, മുദ്ര കുത്തുക, എന്നിട്ട് സൈഡാക്കുക, എന്നിട്ട് ആക്ഷേപിക്കുക, എന്നിട്ട് പരിഹസിക്കുക, എന്നിട്ട് പിന്നെ ഓനെ പതുക്കെ സൈഡാക്കുക. എത്ര കുട്ടികളുണ്ട്?
ഇപ്പൊ നമ്മൾ വിദ്യാർത്ഥി സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധം കൊടുക്കാൻ വേണ്ടി. നാട്ടിൽ ജീവിക്കുന്ന നാട്ടുകാരുടെ നടുവിലെ അവർക്കൊപ്പം ജീവിക്കണവരാണ് ഇപ്പൊ നാട്ടിലുള്ളത്. അവർക്കൊപ്പം ജീവിക്കാണ്. ഓല് പരിഹസിക്കാൻ എന്നാ പിന്നെ ചെയ്യൂല. ഒരു നല്ല വേഷം ധരിച്ചു, ഇസ്ലാമിക വേഷം ധരിച്ചു, കാണുന്നവർ അയാളെ പരിഹസിക്കുക കുട്ടികൾക്കിടയിലുള്ള സ്വഭാവമാണ്. അപ്പൊ അവൻക്കെന്നെ സ്വയം കോംപ്ലക്സ് അടിക്കണം, ഞാൻ എന്തോ ഒരു മോശക്കാരനായിട്ടുണ്ടോ. നമ്മളെ കുട്ടി കന്തൂറിടാൻ തയ്യാറാവൂല, ചിലപ്പോൾ ജുബ്ബിടാൻ തയ്യാറാവൂല, തൊപ്പി ധരിക്കാൻ തയ്യാറാവൂല. ഇസ്ലാമികമായ ഷിയാറുകൾ അല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കോടതികളൊക്കെ പറഞ്ഞല്ലോ, ഇന്ന ആൾക്കാരൊക്കെ തീവ്രവാദികളാണ്. ആരൊക്കെ തീവ്രവാദികൾ? ഈത്തികാഫിരിക്കുന്നവര്, താടി വളർത്തുന്നവര്, പള്ളിക്ക് പോണവര്, അങ്ങനെ കുറെ കാര്യം എഴുതി പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യാ? ഇതൊക്കെ ഒഴിവാക്കുക അല്ലേ? അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയതല്ല സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ ഖുർആൻ നമസ്കാരവുമായി ബന്ധപ്പെട്ടതിന്റെ ഗൗരവം പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിലാണ് നിസ്കാരത്തെ പറ്റി നിർബന്ധാവസ്ഥ കൊടുത്തത്. അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമായിട്ട് അത് ലഭിച്ചിരിക്കുന്നത്, ആ നമസ്കാരത്തിന്റെ ഗുണം കിട്ടിയിരിക്കുന്നത് ഒരാൾക്ക് 50 വക്തിന്റെ ഗുണം ലഭിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. 50 വക്തിന്റെ ഗുണം കിട്ടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ഫറൽതു അലാ ഉമ്മതിക 5 സ്വലവാത്തിൻ. നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ നിങ്ങളുടെ ഉമ്മത്തിന് 5 വക്ത് നിസ്കാരമുണ്ട്. വഅഹിത്തു ഇൻദി അഹ്ദൻ, ഒരു കരാർ ഞാൻ പറയാം, അന്നഹു മൻ ജാഅ യുഹാഫിളു അലൈഹിന്ന ലിവക്തിഹിന്ന, ഇതാരെങ്കിലും സമയം പാലിച്ച് നിർവഹിച്ചാൽ അദ്ഖൽതുഹുൽ ജന്ന, ഞാൻ അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഒരാളെ സ്വർഗത്തിന്റെ കാരണം പറഞ്ഞു. വമൻ ലം യുഹാഫിൾ അലൈഹിന്ന, ഇതൊരാൾ പാലിക്കുന്നില്ലെങ്കിൽ ഫലാ അഹ്ദ ലഹു ഇൻദി, ഞാനും ഓനും തമ്മിൽ ഒരു കരാറുമില്ല. പരലോകത്ത് ആദ്യമായി വിചാരണക്ക് വെക്കുന്നത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ചെറുപ്രായം മുതൽ 7 വയസ്സ് മുതൽ ശീലിപ്പിച്ച് 10 വയസ്സായിട്ടും നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ പണിഷ്മെന്റുകൾ ഏർപ്പെടുത്തി നമ്മുടെ വീട്ടിൽ ചർച്ചയായി, ചോദ്യമായി, നിസ്കരിച്ചോ എന്നുള്ളതൊരു ചോദ്യമായി ഇടക്കിടക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ നമസ്കരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങൾ പാലിക്കുന്നവരെ പറ്റിയാണ് അടുത്ത 2 ആയത്ത്. എന്തായത്ത്? ഉലൈക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. أولئك هم الوارثون. أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ഉലൈക, ആ കൂട്ടരാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്. ഹുമുൽ വാരിസൂൻ, അവരാണ് വാരിസീങ്ങൾ, അവരാണ് അനന്തരമെടുക്കുന്നവർ. വറാസത്ത് എന്ന് പറയാം അറബിയിൽ. അനന്തര സ്വത്ത് എടുക്കണതിന് വറാസത്ത് എന്നാ പറയാ. ഒരു കാര്യം ചെയ്തതിന്റെ ഭാഗമായി ലഭിക്കുന്ന, പിന്നീട് ലഭിക്കുന്നതിനാണ് വറസത്ത് എന്ന് പറയാം. ഇവരെ കുറിച്ച് എന്താ പറഞ്ഞ? അവർ വാരിസീങ്ങളാണ്, അവര് അനന്തരാവകാശികളാണ്. ഈ മേലെ പറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാര് അനന്തരാവകാശികളാണ്. വാരിസൂൻ, ഇർസ് എന്ന് പറയും, അനന്തര സ്വത്ത്, മീറാസ്, വാരിസ് എന്നൊക്കെ പറയും. ശരി, അതിൽ ഇവർ അനന്തരാവകാശികളാണ്. എന്തനന്തരാവകാശികൾ? അല്ലദീന, അവർ യരിസൂന, അനന്തരമായി നേടിയെടുക്കും, അൽ ഫിർദൗസ, സ്വർഗത്തിന്റെ ഫിർദൗസ്, ഫിർദൗസാകുന്ന സ്വർഗം. ഹും, അവർ, ഫീഹാ, അവിടെ, ഖാലിദൂൻ, ശാശ്വതരായിരിക്കും. അവർ സ്വർഗത്തിൽ ശാശ്വതരായി മാറും എന്നർത്ഥം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ മഹത്തരമായ സ്വഭാവങ്ങൾ പാലിക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്ന സ്വത്താണ്, അനന്തര സ്വത്താണ് സ്വർഗം. ആ സ്വർഗം കൊടുക്കാന്ന് പറയുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന, നിങ്ങൾ എപ്പോഴെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫസ്അലൂഹുൽ ഫിർദൗസ്, ഫിർദൗസ് ചോദിച്ച് പ്രാർത്ഥിച്ചോളി. ഫഇന്നഹു അഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മുകളിലാണ് ആ സ്ഥാനം. വഔസത്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്താണ് ആ സ്ഥാനം. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 4 അരുവികൾ ഒഴുകുന്നത് അവിടുന്നാണ്. എന്താ 4 അരുവികൾ? ഏതൊക്കെയാണ്?
എന്തിൻ്റെ അരുവികളാ? അൻഹാറുമിൻ മാഇൻ, വെള്ളത്തിന്റെ അരുവി. അൻഹാറുമിൻ ലബൻ, പാലിന്റെ അരുവി. അൻഹാറുമിൻ അസൽ, തേനിന്റെ അരുവി. അൻഹാറുമിൻ ഹംറിൻ, മദ്യത്തിന്റെ അരുവി. ഇത് 4 ഒഴുകി തുടങ്ങുന്നത് അവിടുന്നാണ്. പിന്നെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, നിലക്കാത്ത പ്രവാഹമായിട്ട് മാറും. വഫൗഖഹു അർശുർ റഹ്മാൻ, ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് കിടക്കുന്നത്. വലിയ സ്ഥാനമുള്ളതാണ്. അമ്പിയാക്കന്മാരുടെയൊക്കെ ദറജ അവിടെയാണ്. ആ ഫിർദൗസ് ഇവർക്ക് കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഈ കാരുണ്യത്തിൻ്റെ സ്വർഗലോകം എന്ന് പറയുന്നത് ദുനിയാവ് നമുക്ക് ആകെ തന്നിരിക്കുന്നത് 1% കാരുണ്യമാണ്. ബാക്കി 99 ഭാഗം അള്ളാഹ് സ്വർഗത്തിലാണ് കൊടുക്കാൻ പോണത്. അത് മോഹിച്ച്, അത് പ്രതീക്ഷിച്ച്, അതിനു വേണ്ടി ദുനിയാവിലെ എന്തും ചെയ്യാൻ, ആ സ്വർഗം നേടാൻ വേണ്ടി ശരീരവും സമ്പത്തും മനസ്സും സമയവും എല്ലാം കൊടുക്കാൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്ക് അനന്തരാവകാശമായത് നേടും. അത് നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു തആല ശിഫ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ വിജ്ഞാനവേദിയാണ്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ഷെയർ ചെയ്യും. എല്ലാവരും അത് സ്റ്റാറ്റസ് വെക്കുകയും നമ്മുടെ ഈ ഏരിയകളിലുള്ള കോഴിക്കോട്ടുകാരും പട്ടാമ്പിക്കാരും കണ്ടിട്ട് കാര്യമില്ല, നമ്മുടെ ഈ ഏരിയയിലുള്ള മുഴുവൻ ആൾക്കാരും അത് ഷെയർ ചെയ്യണം. കുടുംബസമേതം ആളുകളിൽ എത്തിക്കാൻ നമ്മളൊരു ജസ്റ്റ് ഒരു വോയിസും കൂടി ഇതിൻ്റെ കൂടെ, വെറുതെ വീഡിയോ അയച്ച ആൾക്കാർ, നിങ്ങൾ പരിപാടി ഉണ്ട്, നിങ്ങൾ വരണം കേട്ടോ, കുടുംബമൊക്കെ ഉണ്ടാവൂല എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ചോദിക്കുക. വിജ്ഞാനവേദിൻ്റെ സ്റ്റാറ്റസ് വീഡിയോ അയക്കുന്നുണ്ട്. പ്രോഫ്കോൺ വരാനിരിക്കുകയാണ്. അതിലേക്ക് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യേണ്ട ദിവസമാണ് ഞായറാഴ്ച. മാക്സിമം ആളുകളെ, കുട്ടികളെ കണ്ടെത്തി ആ കോഴ്സ് പഠിക്കുന്നവർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. വിദ്യാർത്ഥികളുടെ സമ്മേളനം വരാനിരിക്കുകയാണ് കണ്ണൂർ വെച്ച്. അതിലേക്കുള്ള പരമാവധി വിദ്യാർത്ഥിനികളുടെ പേരും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും എല്ലാം ചെയ്ത് സഹകരിച്ചു കൊടുക്കുക. നമ്മുടെ മദ്രസയുടെ പ്രൊജക്റ്റ് അൽഹംദുലില്ലാ അതിൻ്റെ ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 30 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുണ്ട് ഉണ്ടാവണം. കഴിയാവുന്നവരൊക്കെ നമ്മുടെയൊക്കെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു 500 ആളെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ കൂടുതൽ വാട്സപ്പിലുണ്ടാവും. ഓൽക്കൊക്കെ ഈ മെസ്സേജ് എത്തിക്കണോ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് നിങ്ങളെ സ്വന്തം ഫോൺ നോക്കി. നമ്മുടെ നാട്ടിലത്തെ പദ്ധതിയാണ്, നമ്മളെ മദ്രസയാണ്, നമ്മളെ ഹിഫ്ദ് കോളേജാണ്. വലിയ ടാർഗറ്റ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് നമ്മൾ എത്ര ചെയ്താലും അത് ഇത്രയും വലിയൊരു എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്ന ബാധ്യത എന്ന് പറയുന്നത്. എവിടെ എത്തും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ ശ്രമിച്ചു നോക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ഫോൺ ലിസ്റ്റിലുള്ള എല്ലാവരോടും ഒരു 500 തരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് പോലും ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മേഖലയിൽ നമ്മെ സഹായിച്ച പലരുമുണ്ട്. പലരും പല പ്രയാസങ്ങൾ പറഞ്ഞ് തന്നവരൊക്കെയുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ വിഷമങ്ങളെല്ലാം മാറ്റി ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിലും ജീവിത മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മെ എല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.